ജനാധിപത്യത്തിനെ തീരുമാനിച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേക അവിടെ UDF ക്യാമ്പിനകത്തുണ്ടാകുമെന്നുള്ളത് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാടിൻ്റെ പ്രശ്നങ്ങൾ ഉയർത്തി അത് മണ്ഡലത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രതിനിധിയെ അവിടെ നിശ്ചയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്ന വിഷയം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് കഴിയുന്നത്ര വേഗത്തിൽ ഇപ്പോൾ 2-ാം തീയതി വരെ നോമിനേഷൻ്റെ സമയമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് പ്രഖ്യാപിക്കും. അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ നിങ്ങൾ കാണിക്കുന്ന ഉത്കണ്ഠയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഏത് സമയത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കഴിയും. തീരുമാനിച്ച് നമ്മൾ 2-ാം തീയതിക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിക്കണമല്ലോ. ഇപ്പോൾ അത് വേഗത്തിൽ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഞങ്ങൾക്ക് പാർട്ടി സംഘടനാ തലത്തിലൊക്കെ ആലോചിക്കേണ്ട വിഷയങ്ങളുണ്ട്. മുന്നണിയുമായി കൂടിയാലോചിക്കേണ്ട പ്രശ്നമുണ്ട്. ഇതെല്ലാം ഇതിൻ്റെയും ഭാഗമായി സമയത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതാണ് അതിനൊരു തിരുത്തൽ ആവശ്യമുണ്ട്. അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് കോളിളക്കം സൃഷ്ടിച്ചു എന്നുള്ള നിലപാട് ശരിയല്ല. അത് മാധ്യമങ്ങളെല്ലാം ചേർന്നിട്ട് കോളിളക്കം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയതാണ്. അതിൻ്റെ അപ്പുറത്തുള്ള കോളിളക്കമൊന്നും കേരളത്തിലില്ല. അൻവർ എന്ത് നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് UDF അനുകൂലമായിരിക്കും. അൻവറിൻ്റെ രാജി തന്നെ UDF നടത്തിയിട്ടുള്ള ഒരു ആലോചനേൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അൻവർ എടുക്കുന്ന നിലപാടെല്ലാം UDF സഹായകരമായ നിലയിലാണ് വരിക. അതിൽ ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന പ്രശ്നം ഇല്ല. അത് ഞങ്ങൾ നേരത്തെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ആ പ്രശ്നങ്ങൾ ഇനി റീഓപ്പൺ ചെയ്യേണ്ട പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉദിക്കുന്നില്ല. ഇത് ഏതെങ്കിലും ഇത് രണ്ട് മുന്നണി ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നണി അടിസ്ഥാനത്തിലാണല്ലോ മത്സരം വരിക. ഇനി BJP നേതൃത്വം കൊടുക്കുന്ന NDAയുടെ മുന്നണി സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മുന്നണി രാഷ്ട്രീയം ഉയർത്തുന്ന ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെന്ത് അത് ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അംഗീകാരം നേടാനാണ് ഞങ്ങൾ ശ്രമിക്കുക. അതെല്ലാ കാലത്തും അങ്ങനെയാണ് നടത്തിയിട്ടുള്ളത്. ഈ ഇലക്ഷനിലും അതങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കേരളത്തിൽ മാറി വന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ പ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ പുലർത്തുന്നത്. അത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർ സംസാരിച്ചില്ലേ. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ചേലക്കര മണ്ഡലത്തിൽ അവർ ഉറപ്പിച്ചതാണല്ലോ പരാജയം. ഇടതുപക്ഷ ജനാധിപത്യത്തോട് പരാജയം അവിടെ ഉറപ്പിച്ചതാണല്ലോ. ചേലക്കര പാലക്കാടും ചേലക്കരയും ഒരേപോലെ അല്ല. ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശം ഉണ്ടായിരുന്ന മണ്ഡലം. ആ മണ്ഡലത്തിന്റെ വിജയമാണ്. ഒരിക്കലും കേരളത്തിലെ ഗവൺമെന്റിനെതിരായ പ്രതികരണം ഇല്ല. LDF ഗവൺമെന്റിനെതിരായ പ്രതികരണം കേരളത്തിലില്ല. ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് യോജിപ്പാണ്. ആ ഫലമാണ് ചേലക്കരയിൽ പ്രകടനം. അതുകൊണ്ട് ചേലക്കരയും പാലക്കാട് ഒരുപോലെയല്ല. ചേലക്കരയ്ക്ക് വ്യത്യാസമുണ്ട്. ചേലക്കര അന്ന് ചേലക്കര പരാജയം ഉറപ്പാക്കാൻ വേണ്ടി പ്രവർത്തിച്ചതല്ലേ, തോറ്റിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് നിലമ്പൂർ അസംബ്ലി മണ്ഡലം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡല്ല. ഇടതുപക്ഷ ജനാധിപത്യം അവിടെ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അത് ഓരോ സന്ദർഭത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ ഈ തവണ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ നില വെച്ച് പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ വിജയം നേടും എന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് ആ നിലയ്ക്കാണ് വിജയത്തിൻ്റെ പ്രതീക്ഷ. അൻവർ എന്നത് LDFിൻ്റെ വിഷയമല്ല. LDFിനെ സംബന്ധിച്ചിടത്തോളം PV അൻവർ വിഷയം ഒരു അടഞ്ഞ അധ്യായമാണ്. യാതൊരു തരത്തിലുള്ള ഉത്കണ്ഠയും LDFിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരുമായി ബന്ധപ്പെട്ടില്ല. കൃത്യമായ സമയത്ത്, ഉചിതമായ സമയത്ത് LDFിൻ്റെ സ്ഥാനാർത്ഥി വരും എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്.